ദുബായിൽ ബൈക്ക് ഡെലിവറി ഡ്രൈവർക്ക് തൊഴിലവസരം. മാസം 80,000 രൂപയ്ക്ക് മുകളിൽ കമ്മീഷൻ അടിസ്ഥാനത്തിൽ വരുമാനം നേടാൻ അവസരം. അൽ ഗസൽ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫസ്റ്റ് ഫ്ലോർ, AVH കോംപ്ലക്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. നമസ്കാരം. പ്രധാന വാർത്തകൾ. പൊതുശ്മശാന ജാതി മതിലിനെ ചൊല്ലി പാലക്കാട് നഗരസഭയിൽ പ്രതിഷേധം. പ്രതിപക്ഷ വാർഡുകളിലെ വികസന വിരുദ്ധത, പ്രതിപക്ഷാംഗങ്ങളെ വികസന വിരോധികളാക്കാനുള്ള നഗരസഭയുടെ കുൽസിത ശ്രമമെന്ന് UDF. നഗരസഭ മരണത്തിലും ശവദാഹത്തിലും ജാതിവെറിയാണ് നടത്തുന്നതെന്ന് CPIM. പാലക്കാട്ട് വീണ്ടും സ്പിരിറ്റ് വേട്ട. മിനി ലോറിയിൽ രഹസ്യ അറയിൽ കടത്താൻ ശ്രമിച്ച 1155 ലിറ്റർ സ്പിരിറ്റ് പോലീസ് പിടിച്ചെടുത്തു. റെയ്ഡ് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് തൃശൂർ അന്തിക്കാട് മങ്ങാട്ടുകര സ്വദേശി ഷൈജു പോലീസ് കസ്റ്റഡിയിൽ. ഷൊർണൂർ നഗരസഭ ടൗൺ ഹാൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കരാറുകാരൻ നഗരസഭയ്ക്ക് എതിരായി കൊടുത്ത കേസ് കോടതി തള്ളി. കേസിന് അടിസ്ഥാനമായത് നഗരസഭയിൽ നിന്നും മുഴുവൻ തുകയും ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ കെട്ടിടം പണി പൂർത്തീകരിക്കാത്തത് കരാറുകാരന്റെ കുറ്റമാണെന്ന നഗരസഭയുടെ വാദം കോടതി അംഗീകരിച്ചു. 16 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കോട്ടായി സബ് രജിസ്ട്രാർ ഓഫീസ് സ്വന്തം കെട്ടിടത്തിലേക്ക്. കെട്ടിടം നിർമ്മിച്ചത് സർക്കാരിന്റെ 1,90,00,000 രൂപ ചെലവിൽ. കെട്ടിടം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. KSRTC യാത്രക്കാരന്റെ ഷർട്ടിൽ ഗ്രീസ് പുരണ്ടു. വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാനാകാതെ യാത്രക്കാരൻ. KSRTCക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് മാത്തൂർ സ്വദേശി. അംഗൻവാടി പ്രവേശനോത്സവം വർണ്ണാഭം. സമ്മാനങ്ങളുമായി നാട്ടുകാരും സംഘടനകളും വ്യക്തികളും. കൗതുകത്തോടെ കുരുന്നുകളും. വാർത്തകൾ വിശദമായി. മാട്ടുമന്ത പൊതുശ്മശാനത്തിലെ ജാതി മതിലിനെ ചൊല്ലി ബഹളത്തിൽ മുങ്ങി പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗം. പ്രതിപക്ഷാംഗങ്ങളെ വികസന വിരോധികളാക്കുന്ന കുൽസിത ശ്രമങ്ങളാണ് നഗരസഭ നടത്തുന്നതെന്ന് UDF ആരോപിച്ചു. മരണത്തിലും ശവദാഹത്തിലും വരെ ജാതി വെറിയാണ് നടത്തുന്നതെന്ന് CPMന്റെയും ആരോപണം. ബ്രാഹ്മണസഭ ശ്മശാന സംരക്ഷണ സമിതിയുടെ പേരിൽ നിർമ്മിച്ച ഷെഡിനെ മറയാക്കി NSSനെ മതിൽ കെട്ടി സ്ഥലം വേർതിരിച്ചു നൽകാനുള്ള നീക്കത്തെയാണ് UDFും CPMും ഒറ്റക്കെട്ടായി എതിർത്തത്. നഗരപരിധിയിലെയും അല്ലാത്ത ഇടങ്ങളിലെയും ആർക്കും ഏത് വിശ്വാസത്തിലുള്ളവർക്കും ഉപയോഗിക്കാൻ കഴിയുന്നതാണ് പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലെ മാട്ടുമന്ത പൊതുശ്മശാനം. ശ്മശാന ഭൂമിയുടെ കയ്യേറ്റം ഒഴിവാക്കി സംരക്ഷിക്കാനും ശവദാഹത്തിനായി എത്തുന്ന ആർക്കും വിശ്രമിക്കാനും കഴിയുന്ന വിധത്തിലാണ് ശ്മശാന സംരക്ഷണ സമിതി എന്ന പേരിൽ ബ്രാഹ്മണസഭ ഷെഡ് കെട്ടിയത്. ഇതിനുശേഷം 30/9/2023 ഷെഡ് നിർമ്മിക്കാനായി NSS 10 സെന്റിന് അപേക്ഷ നൽകിയത്. സ്ഥലം നഗരസഭാ ഉടമസ്ഥതയിൽ നിർത്തിയുള്ള മറ്റ് നിർമ്മാണ പ്രവൃത്തികൾ അനുവദിക്കാതെ നഗരസഭ ഒന്നടങ്കം 20 സെന്റ് അനുവദിച്ചു. എന്നാൽ ഭരണകക്ഷിയിൽപ്പെട്ട ചില കൗൺസിലർമാർ പൊതുശ്മശാന ഭൂമിയിലെ 20 സെന്റ് മതിൽ കെട്ടി വേർതിരിക്കാനുള്ള അനുമതിയാക്കി മാറ്റി. ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള പൊതുശ്മശാനത്തിൽ ജാതി മതിലിന് നഗരസഭയുടെ തീരുമാനം അട്ടിമറിച്ച അധികാരം അനുവദിക്കില്ല. തദ്ദേശ പദ്ധതികൾക്ക് അനുമതി വാങ്ങിക്കാതെയും ഫണ്ട് അനുവദിക്കാതെയും പ്രതിപക്ഷ വാർഡുകളെ അവഗണിക്കുകയാണ്. പ്രതിപക്ഷാംഗങ്ങളെ വികസന വിരോധികളാക്കാനുള്ള കുൽസിത ശ്രമമാണ് നടക്കുന്നത്. ഇത് വകവച്ചു നൽകില്ലെന്നും UDF നേതാവ് സെയ്ദ് മീരാൻ ബാബു പറഞ്ഞു. 30/9/2029 NSS 2023 NSS റിക്വസ്റ്റ് തന്നിട്ടുണ്ട്. അവർ 10 സെന്റ് സ്ഥലം ചോദിച്ചിട്ടുള്ളൂ. എന്നാൽ പാലക്കാട് നഗരസഭയിൽ വന്നപ്പോൾ അവർക്ക് 20 സെന്റ് സ്ഥലം 52 കൗൺസിലർമാർ ഐക്യമായി അവർക്ക് അത് ഷെഡ് കെട്ടുന്നതിന് വേണ്ടി അനുവദിച്ചു കൊടുത്തു. അത് നഗരസഭയുടെ കീഴിൽ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഷെഡ് കെട്ടാൻ അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ ഇവർ പറയുന്നതുണ്ട് ബ്രാഹ്മണ സഭയുടെ കെട്ടുന്നത്. എന്താണ് ബ്രാഹ്മണ സഭ ചെയ്തിട്ടുള്ളത്? 2008 ഇതേ ആവശ്യമായി വന്നപ്പോൾ അവിടെ പാലക്കാട് നഗരസഭ
ശ്മശാന സംരക്ഷണ സമിതി എന്നതിന്റെ പേരിലാണ് അവരത് കെട്ടിയിട്ടുള്ളത്. അത് എല്ലാവർക്കും അവിടെ സംസ്കരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് NSS ചോദിച്ചിട്ടുള്ളത്. പക്ഷെ ചില കൗൺസിലർമാർ, ഭരണസമിതിയുടെ കൗൺസിലർമാർ അത് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് ഈ മതിൽക്കെട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അത് കൃത്യമായിട്ട് ഇവിടെ സെക്രട്ടറിയുമായി ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും എല്ലാ രീതിക്കും അനുകൂലമായ രീതിക്ക് നേടിക്കൊടുക്കുന്ന അടിസ്ഥാനത്തിലാണ് അവിടെ മതിൽക്കെട്ടുന്നത് ഇല്ലാതാക്കിയത്. നഗരസഭ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ് ഭിന്നശേഷിക്കാർക്കായി പരിചരണ കേന്ദ്രം വേണമെന്നത്. എന്നാൽ ഉദ്ഘാടന ദിവസം ഹെഡ്ഗേവാറിന്റെ പേര് നൽകി നഗരസഭ തീരുമാനം ഭരണകക്ഷി ഏകപക്ഷീയമായി അട്ടിമറിച്ചു. ഇത്തരത്തിലാണ് ശ്മശാന ഭൂമി NSSന് സ്വന്തമാക്കാനായി തീരുമാനം അട്ടിമറിച്ചത്. മരണത്തിലും ശവദാഹത്തിലും വരെ ജാതിവെറിയുമായാണ് നഗരസഭ ഭരണകക്ഷി പ്രവർത്തിക്കുന്നത്. ഇത് അനുവദിക്കില്ലെന്നും പൊതുശ്മശാന ഭൂമി സംരക്ഷിക്കുമെന്നും CPM കൗൺസിലർ M. സലീന ബീവി പറഞ്ഞു. നടപ്പിലാക്കുമ്പോൾ ആ തീരുമാനം അട്ടിമറിക്കുക, ഇതാണ് ഇവിടെ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് ബഡ്സ് സ്കൂളിന് ഇവിടെ എല്ലാവരും 52 ആളും ഒറ്റ സമയത്താണ് ബഡ്സ് സ്കൂളിന് അനുമതി കൊടുത്തത്. പക്ഷെ അത് ഉദ്ഘാടന സമയത്ത് ഹെഡ്ഗേവാറിന്റെ പേര് വെച്ചിട്ട് ഒരു തീരുമാനമില്ലാണ്ട് ഉദ്ഘാടനം നടത്താം. അതേപോലെ തന്നെയാണ് ഈ മാട്ടുമന്ത പൊതുശ്മശാനത്തിൽ ഷെഡ് കെട്ടാൻ ഇവിടുത്തെ കൗൺസിൽ യോഗത്തിൽ അനുമതി കൊടുത്താണ്. പക്ഷെ മതിൽ കെട്ടാനും ജാതി വേർതിരിച്ച് മതിൽ കെട്ടാനും ഒരു അനുമതിയും കൊടുത്തില്ല. ഈ ചെയർപേഴ്സൺ തന്നെയാണ് മതിൽ കെട്ടാനുള്ള എല്ലാ ഒത്താശയും അവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് ചിറ്റൂർ കൊഴിഞ്ഞാമ്പാറയിൽ 1155 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. മിനി ലോറി രഹസ്യ അറയിൽ നിർമ്മിച്ചു കടത്താൻ ശ്രമിച്ച സ്പിരിറ്റാണ് പോലീസ് പിടിച്ചെടുത്തത്. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പ്രതി തൃശൂർ അന്തിക്കാട് മങ്ങാട്ടുകര സ്വദേശി ഷൈജു പിടിയിലായത്. തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ഡാൻസ് ഓഫ് സംഘമാണ് സ്പിരിറ്റ് പിടികൂടിയത്. കർണാടകയിൽ നിന്നും തൃശൂർ ഭാഗത്തേക്കാണ് സ്പിരിറ്റ് കടത്താൻ ശ്രമിച്ചത്. സ്പിരിറ്റ് കടത്താൻ ഉപയോഗിച്ച മിനി ലോറിയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് പരിശോധിക്കുകയാണ്. വരും ദിവസങ്ങളിലും പരിശോധന നടത്തി അനധികൃത സ്പിരിറ്റ് വേട്ട തടയുമെന്ന് ഡാൻസ് ഓഫ് സംഘം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ ടൗൺ ഹാൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഷൊർണൂർ നഗരസഭയ്ക്കെതിരെ കരാറുകാരൻ നൽകിയ കേസ് കോടതി തള്ളി. കരാറുകാരന് മുഴുവൻ തുകയും ലഭിക്കാത്തതിനെ തുടർന്നായിരുന്നു കോടതിയെ സമീപിച്ചത്. എന്നാൽ നിശ്ചിത സമയത്തിനുള്ളിൽ കെട്ടിടം പണി പൂർത്തീകരിക്കാതിരുന്നത് കരാറുകാരന്റെ മാത്രം കുറ്റമാണ് എന്ന് കണ്ടെത്തിയ കോടതി കേസ് തള്ളുകയായിരുന്നു. ഓജസ്വി കൺസ്ട്രക്ഷൻസ് മാനേജിംഗ് പാർട്ണർ അരുൺ എന്നിവർ ഒറ്റപ്പാലം മുനിസിഫ് കോടതിയിൽ നൽകിയ കേസാണ് കോടതി തള്ളിയത്. ഷൊർണൂർ ടൗൺ ഹാളിന്റെ നിർമ്മാണത്തിന് ക്ഷണിച്ച ടെൻഡറിൽ പങ്കെടുത്ത് ഏറ്റവും ചെറിയ തുക രേഖപ്പെടുത്തിയ ഓജസ്വി കൺസ്ട്രക്ഷൻസ് എന്ന സ്ഥാപനത്തെ ഷൊർണൂർ നഗരസഭ നിർമ്മാണ ചുമതല ഏൽപ്പിക്കുകയായിരുന്നു. 2015 സെപ്റ്റംബർ 29-നാണ് ടൗൺ ഹാൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നഗരസഭ കമ്പനിയുമായി കരാറുണ്ടാക്കിയത്. കരാറിൽ ഏർപ്പെടുന്ന സമയം മുതൽ 6 മാസത്തിനകം ടൗൺ ഹാളിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് കരാറിൽ പറയുന്നത്. എന്നാൽ ഓജസ്വി കൺസ്ട്രക്ഷൻസ് എന്ന സ്ഥാപനത്തിന് പറഞ്ഞ സമയത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. പിന്നീട് ആരംഭിച്ച നിർമ്മാണം പൂർത്തീകരിച്ചത് 2017 ഏപ്രിൽ 7-നായിരുന്നു. കൃത്യസമയത്തിനുള്ളിൽ ടൗൺ ഹാളിന്റെ നിർമ്മാണം പൂർത്തിയാക്കാത്തതിനാൽ നിയമപ്രകാരം കരാറുകാരനിൽ നിന്നും ഫൈനായി ഈടാക്കേണ്ട തുക കുറച്ച് ബാക്കി തുകയാണ് നഗരസഭ കരാറുകാരന് അനുവദിച്ചത്. എന്നാൽ കരാറുകാരൻ ആ പ്രവൃത്തിയുടെ ലംഘനം നടത്തിയതിന്റെ ഭാഗമായിട്ട് നഗരസഭ കൗൺസിൽ പിഴ ഈടാക്കാൻ തീരുമാനിച്ചതാണ്. അന്ന് ആ ഈടാക്കാൻ തീരുമാനിച്ചതിനെതിരായിട്ടാണ് കമ്പനി കോടതിയിൽ കേസ് കൊടുത്തത്. അത് പിന്നീട് കുറച്ച് വാദം നടന്നതിന് ശേഷം ഇക്കഴിഞ്ഞ ദിവസമാണ് കോടതി കരാറുകാരന്റെ വാദമുഖങ്ങളെ പൂർണ്ണമായിട്ട് തള്ളി നഗരസഭ എടുത്ത തീരുമാനമാണ് ശരി എന്ന് കോടതി അംഗീകരിക്കുകയും വിധിക്കുകയും ചെയ്തു. അതുകൊണ്ട് ടൗൺഹാളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊന്നും ഇനി പ്രസക്തിയില്ല. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നടക്കുകയും ചെയ്യും. എന്നാൽ മുഴുവൻ സംഖ്യയും അനുവദിക്കണമെന്ന് കാണിച്ച് കരാറുകാരൻ ഒറ്റപ്പാലം മുനിസിഫ് കോടതിയെ സമീപിക്കുകയായിരുന്നു. കരാറുകാരന്റെ മാത്രം പ്രവൃത്തികൾ കൊണ്ടാണ് ടൗൺ ഹാളിന്റെ നിർമ്മാണം സമയത്ത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ വന്നത് എന്ന ഷൊർണൂർ നഗരസഭയുടെ വാദങ്ങൾ അംഗീകരിച്ച കോടതി കരാറുകാരന് നഗരസഭ തടഞ്ഞുവച്ച തുക കിട്ടുവാൻ അവകാശമില്ല എന്ന് വിധി പ്രസ്താവിച്ചു. ആദ്യം ഒറ്റപ്പാലം മുനിസിഫ് കോടതിയിൽ ഫയലാക്കിയ കേസ് പിന്നീട് പട്ടാമ്പി മുനിസിഫ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് മാറ്റി. പട്ടാമ്പി മുനിസിഫ് മജിസ്ട്രേറ്റ് സിവിൽ ജഡ്ജ് നീമ നൂർ മുഹമ്മദാണ് കേസ് തള്ളി ഉത്തരവായത്. ഷൊർണൂർ നഗരസഭയ്ക്ക് വേണ്ടി ഒറ്റപ്പാലം അഡ്വക്കേറ്റ് കെ സുജിത് കുമാർ, കാർത്തിക മേനോൻ എന്നിവർ കോടതിയിൽ ഹാജരായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 16 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കോട്ടായി സബ് രജിസ്ട്രാർ ഓഫീസ് സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു.
രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് കെട്ടിടം നാടിന് സമർപ്പിച്ചു. സർക്കാരിന്റെ വികസന പദ്ധതിയുടെ ഭാഗമായി 1,90,00,000 രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ വികസന പദ്ധതിയുടെ ഭാഗമായി 1,90,00,000 രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. കോട്ടായിൽ നടന്ന ചടങ്ങ് കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. PP സുമോദ് MLA അധ്യക്ഷത വഹിച്ചു. റെക്കോർഡിംഗ് റൂമായാലും അതോടൊപ്പം തന്നെ സബ് രജിസ്റ്റർ ഓഫീസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഇരിക്കാനും പൊതുജനങ്ങളെ സേവിക്കാനും അതോടൊപ്പം തന്നെ ഭിന്നശേഷി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കയറി വരാൻ സാധിക്കുന്ന ഏറ്റവും മനോഹരമായി വിഭാവനം ചെയ്തൊരു ഓഫീസ് എന്ന നിലയിൽ വാടക കെട്ടിടത്തിൽ നിന്ന് മാറി സ്വന്തമായ കെട്ടിടത്തിലേക്ക് വന്ന ഈ നിമിഷം എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ജനപ്രതിനിധി എന്ന രൂപത്തിൽ ഈ ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു കടിപ്പിച്ചൊരു വാക്കുപോലും ഇതിന്റെ കരാറുകാരനോടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട PWD ഉദ്യോഗസ്ഥന്മാരോടോ പറയേണ്ടി വന്നു. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ജയശ്രീ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനിമോൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ A സതീഷ്, KM കേരളകുമാരി, ജില്ലാ പഞ്ചായത്ത് അംഗം R അഭിലാഷ്, കോട്ടായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K കുഞ്ഞലക്ഷ്മി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PS ലക്ഷ്മിക്കുട്ടി, V അംബിക, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KP രവീന്ദ്രൻ, K മോഹൻകുമാർ, CR കുഞ്ചു, സുനിൽ തോട്ടത്തിൽ, PK പ്രദീപ് കുമാർ, KUM താജുദ്ദീൻ, R ബാലസുബ്രഹ്മണ്യൻ, P നാരായണൻകുട്ടി, ജയകൃഷ്ണൻ, കോട്ടായി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K വിജയൻ, കോട്ടായി ആധാരമെഴുത്ത് യൂണിറ്റ് സെക്രട്ടറി TK ജഗദീശൻ എന്നിവർ സംസാരിച്ചു. നികുതി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ IAS സ്വാഗതവും രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ജനറൽ ധന്യ സുരേഷ് IAS നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വിദ്യാർത്ഥികൾക്ക് പൊതുവിജ്ഞാനം കൂടുതൽ ആർജിച്ചെടുക്കാൻ കഴിയണമെന്ന് VK ശ്രീകണ്ഠൻ MP. സമൂഹത്തിൽ പൊതുവായ പുരോഗതിക്കും വളർച്ചയ്ക്കും വിദ്യാർത്ഥികൾ നേടിയ അംഗീകാരം മഹത്തരമാണെന്നും MP പറഞ്ഞു. പട്ടാമ്പിയിൽ സംഘടിപ്പിച്ച അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. പട്ടാമ്പി, ഓങ്ങല്ലൂർ, വല്ലപ്പുഴ, ഷൊർണൂർ, മുതുതല, കൊപ്പം, വിളയൂർ, തിരുവേഗപ്പുറ, കുലുക്കല്ലൂർ എന്നീ പ്രദേശങ്ങളിൽ നിന്നുള്ള വിദ്യാലയങ്ങളിൽ നിന്ന് SSLC, +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനാണ് VK ശ്രീകണ്ഠൻ MPയുടെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്. പട്ടാമ്പി രാജപ്രസത്തിലായിരുന്നു പ്രൗഢഗംഭീരമായ ആദരിക്കൽ ചടങ്ങ്. വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ MP വിതരണം ചെയ്തു. പുരോഗതിയിൽ സമൂഹത്തിൻ്റെ പൊതുവായ വളർച്ചയ്ക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ അംഗീകാരം വളരെ മഹത്തരമായ ഒരു മഹനീയമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കഠിനാധ്വാനം ചെയ്താണ് ഈ ഒരു വിജയം കൈവരിച്ചത്. തീർച്ചയായിട്ടും നിങ്ങളുടെ നല്ല കഠിനാധ്വാനമുണ്ട്, ആത്മാർത്ഥമായ പ്രവർത്തനമുണ്ട്. ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരം അനുമോൾ വിശിഷ്ടാതിഥിയായിരുന്നു. M അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വിവേക് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, UDF നേതാക്കൾ, ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. നേരത്തെ വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരുന്നു. ചടങ്ങിൽ നിരവധി വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കോട്ടായിയിൽ ഭൂമിക ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി കിസാൻ മേള സംഘടിപ്പിച്ചു. K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. നീണ്ട പ്രസംഗം നടത്താൻ ഉദ്ദേശിക്കുന്നു. ഇതിൽ പദ്ധതി സ്വീകരിച്ചുകൊണ്ട് എൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ എന്നോട് സംസാരിക്കും. എന്തായാലും നമ്മുടെ കാർഷിക മേഖലയിൽ മാറ്റമുണ്ടാക്കിയതല്ല ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരം പദ്ധതികൾ നമ്മുടെ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്നത്. കാർഷിക മേഖലയിലെ അഭിവൃദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകരെ രക്ഷിക്കുക എന്നതാണ്. നമ്മുടെ കാർഷിക മേഖലയിൽ ഉയർച്ചയുണ്ടാക്കുക, അത് കർഷകരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുക എന്നതാണ്. കർഷകരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് നാടിൻ്റെ മാറ്റമാണ്. PP സുമോദ് MLA അധ്യക്ഷത വഹിച്ചു. ആത്മ ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ S ആറുമുഖപ്രസാദ് പദ്ധതി വിശദീകരിച്ചു. ജില്ലാ കളക്ടർ G പ്രിയങ്ക മുഖ്യാതിഥിയായിരുന്നു. BPKP പ്രദർശനമേളയും ഭൂമിക ലോഗോ പ്രകാശനവും കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസും ഭൂമിക FPO പ്രവർത്തന പ്ലാൻ പ്രകാശനം പഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷും നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ R ഭാർഗവൻ തേങ്കുറിശി, KM കേരളകുമാരി പെരിങ്ങോട്ടുകുറിശി, ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ് തച്ചങ്കാട്, കോട്ടായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K കുഞ്ഞലക്ഷ്മി, പഞ്ചായത്ത് വികസനകാര്യ ചെയർമാൻ മഹേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഭൂമിക FPO പ്രസിഡന്റ് H സൈനുദ്ദീൻ സ്വാഗതവും കുഴൽമന്ദം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ K ജൂലി ജോർജ് നന്ദിയും പറഞ്ഞു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂൺ 2 മുതൽ 5 വരെ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് കാർഷിക സെമിനാറുകളും നടത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി.
തെക്കുമല അൻസാർ നഗർ വിദ്യാർത്ഥി സംഘടനയായ SSA സംഘടിപ്പിക്കുന്ന ജീവിത താളം 2025 നീന്തൽ പരിശീലനം ജൂൺ 5 വ്യാഴാഴ്ച ചെമ്പുലങ്ങാട് നാനാച്ചിക്കുളത്തിൽ വെച്ച് നടക്കും. ഉസ്താദ് അബ്ദുൾ റഷീദ് ബാക്കവി പാലത്തറ ഗേറ്റിൻ്റെ ദർസ് 20ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായാണ് നീന്തൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. വർദ്ധിച്ചുവരുന്ന മുങ്ങിമരണങ്ങൾ കുറയ്ക്കുക, ജലസൗഹൃദത്തിലൂടെ ശാരീരിക മാനസിക ആരോഗ്യം നേടുക, ജലാശയങ്ങളിൽ മലിനമാകാതെ സംരക്ഷിക്കുക, വിദ്യാർത്ഥികളിൽ ജലസമ്പത്തിന്റെ മൂല്യബോധം വളർത്തുക, വെള്ളത്തിലെ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിവുള്ളവരാക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് അൻസാർ നഗർ മർക്കസ് വിദ്യാർത്ഥികളുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി 1ാം ഘട്ട പരിശീലനം മർക്കസിലെ 160 വിദ്യാർത്ഥികളിലും ശേഷം പൊതുസമൂഹത്തിലെ എല്ലാ വിദ്യാർത്ഥികളിലേക്കും എത്തിക്കുക എന്ന രൂപത്തിലാണ് സിലബസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഉദ്ഘാടന സെഷനിൽ ഉസ്താദ് അബ്ദുൾ റഷീദ് ബാഖവി പാലത്തറ ഗേറ്റ് അധ്യക്ഷനായിരിക്കും. പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AP സക്രിയ ഉദ്ഘാടനം നിർവഹിക്കും. പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകൻ നാസർ മാനു മുഖ്യാതിഥിയായിരിക്കും. കേരള IRW റെസ്ക്യൂ ട്രെയിനർ ഫ്ലോട്ടില ഷാജി ജലസ്രോതസ്സുകളുടെ പ്രത്യേകതകൾ, നീന്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ശുദ്ധജലത്തിന്റെ പ്രാധാന്യം, സുരക്ഷിത നീന്തൽ, ജലസാക്ഷരത എന്നിവയെക്കുറിച്ച് ക്ലാസും പരിശീലനവും നൽകും. NSA സ്റ്റുഡന്റ് യൂണിയൻ പ്രസിഡന്റ് മുഹമ്മദ് മുസ്ലിഖ് MK, വൈസ് പ്രസിഡന്റ് അബ്ദുള്ള ആദിൽ PK, സെക്രട്ടറി മുഹമ്മദ് ഗുബൈബ് PK, ഫിനാൻസ് സെക്രട്ടറി ഇർഫാൻ KE, ഷിബിലി KP എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേന്ദ്ര സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ച മങ്കര PKN MGB സ്കൂളിൽ നിർമ്മിച്ച കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് K ശാന്തകുമാരി MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് അധ്യക്ഷത വഹിച്ചു. വാർഡംഗം PP പാഞ്ചാലി, പ്രധാനാധ്യാപിക സുചിത്ര, സുമജ എന്നിവർ സംസാരിച്ചു. രക്ഷിതാക്കളും ഒക്കെ സാധാരണക്കാരാണ്. എന്നാൽ സർക്കാർ നിശ്ചയിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാനാണ്. അതാണ് ഇവിടെ പണ്ട് MLA ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പം ഞങ്ങൾക്ക് ആകെ ചെയ്തു തരാൻ പറ്റുന്നത് ഇവിടെ കമ്പ്യൂട്ടറോ അങ്ങനെയുള്ള സംവിധാനങ്ങളാണ്. ഇതെല്ലാം ഇഷ്ടംപോലെ ഇവിടെ മാത്രമല്ല എല്ലാ സ്കൂളുകളും നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് ആ മേഖലയ്ക്ക് കടക്കേണ്ട കാര്യമില്ല. എന്നാൽ ഈ എയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നേരിട്ട് കൊടുക്കുന്ന പല സഹായങ്ങളുണ്ട്. അതിൽ പെടുന്ന ഒന്നാണ് എല്ലാ സ്കൂളുകളിലും അടിസ്ഥാനപരമായി കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്ന പദ്ധതി. ഷൊർണൂർ KVR ഹൈസ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ക്ലാസ് സംഘടിപ്പിച്ചു. പട്ടാമ്പി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K മണികണ്ഠൻ ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു. ആ 21 വയസ്സുകാരനോട് ഞാൻ ചോദിച്ചു, എടാ നിനക്കത് നിന്റെ ശരീരത്തിൽ നീ ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് എപ്പോഴാണ് എന്ന് ചോദിച്ചപ്പോ അവരിൽ നിന്നുണ്ടായ മറുപടി, സാറേ ഇത് എന്റെ ശരീരത്തിലേക്ക് ആദ്യമായി എത്തിയത് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. അതെങ്ങനെയാണെന്ന് ചോദിച്ചു. അതിന്റെ കാരണം പറഞ്ഞത്, അവർ +2 പഠിക്കുന്ന സമയത്ത് അവർ 6 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഈ 6 സുഹൃത്തുക്കളുമായി അധ്യാപകരറിയാതെ, രക്ഷിതാക്കൾ അറിയാതെ, പല രക്ഷിതാക്കളും അറിയാതെ അവർ ഒരു ടൂറ് പോയി. ഒരു ദിവസത്തെ ടൂറാണ്, 8 ദിവസം. ആ ടൂറിൽ അതിലൊരുവൻ അത്തരത്തിലുള്ള ഒരു രാസലഹരി ഒരു ചെറിയ അംശം ഈ സുഹൃത്തുക്കളെല്ലാവർക്കും പങ്കുവെച്ചു കൊടുത്തു. അത് ഇവൻ അറിഞ്ഞിട്ടില്ല. ചൊവ്വാഴ്ച വൈകുന്നേരം സ്കൂൾ അങ്കണത്തിൽ വെച്ചായിരുന്നു ലഹരി വിരുദ്ധ ക്ലാസ് സംഘടിപ്പിച്ചത്. ക്ലാസിനു ശേഷം കലാമണ്ഡലം കവിതാ ഗീതാനന്ദനും സംഘവും അവതരിപ്പിച്ച ലഹരിക്കെതിരെ ഓട്ടംതുള്ളൽ അരങ്ങേറി. പ്രധാനാധ്യാപകൻ രാമപ്രസാദ് സ്വാഗതവും വിദ്യാർത്ഥി പ്രതിനിധി നവീൻ നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങിയവർ ലഹരിവിരുദ്ധ ക്ലാസ്സിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ പാലിയേറ്റീവ് കെയർ അംഗങ്ങളുടെ മക്കൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആളുകളുടെ സഹായത്തോടു കൂടിയാണ് നമുക്ക് നീങ്ങാനാണ് ഇതിന്റെ സ്പോൺസർഷിപ്പ് ചെയ്യാനായിട്ട് ആളുകൾ സന്നദ്ധരായിട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് സ്കൂൾ തുറന്നാലും ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ വിതരണം നടത്താം എന്നുള്ളത് കൊണ്ടാണ് ഇതിന്റെ വിതരണോദ്ഘാടനം ഇന്ന് നമ്മൾ നടത്തിയത്. അപ്പോൾ പാലിയേറ്റീവിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും നമ്മുടെ പഞ്ചായത്തിലെ ഏകദേശം നമ്മുടെ ചാരിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ പാലിയേറ്റീവ് പ്രവർത്തനത്തിനായിട്ട് കൂടി നമുക്ക് എല്ലാ ദിവസങ്ങളിലും ഓരോ പാലിയേറ്റീവ് രോഗികളുടെ വീടുകളിലും എത്തുന്നതിനും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം
ചെയ്യുന്നതിന് നമുക്ക് സാധിക്കാറുണ്ട്. ആ നിലയിൽ തന്നെ ആരോഗ്യ പ്രവർത്തകരാണെങ്കിലും ആശാപ്രവർത്തകരാണെങ്കിലും. വൈസ് പ്രസിഡന്റ് ഒ വി സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ എം ഉണ്ണികൃഷ്ണൻ, ഹുസൈൻ ഷഫീഖ്, പി സി സുമ, വി എം അൻവർ സാദിഖ്, സുജിത് കുമാർ, മെഡിക്കൽ ഓഫീസർ ലസിത, ജയച്ചൈ ശർമ്മ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയ്ക്ക് പൊൻതൂവലായി കുത്തന്നൂർ പഞ്ചായത്തിലും പ്രവർത്തനം തുടങ്ങി. കുത്തന്നൂർ കോതമംഗലത്ത് ആരംഭിച്ച വായനശാല കെട്ടിടം ജില്ലാ ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി എം.എം.എ. ബക്കർ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് എസ്. സുനേഷ് അധ്യക്ഷത വഹിച്ചു. കുത്തന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി സഹദേവൻ വിശിഷ്ടാതിഥിയായി. കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാല പ്രസിഡന്റ് ആർ. റിൻസി, സെക്രട്ടറി അജേഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വായനശാല എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, എഴുത്തുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. വായനശാല സെക്രട്ടറി എ. നാരായണൻകുട്ടി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോട്ടായി. യാത്രക്കാരന്റെ വസ്ത്രത്തിൽ ഗ്രീസ് പുരണ്ടു. KSRTCക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി മാത്തൂർ സ്വദേശി. വിവാഹത്തിന് പോകാനായി യാത്ര ചെയ്ത ഇദ്ദേഹത്തിന് ഷർട്ടിൽ ഗ്രീസ് പുരണ്ടതിനാൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായില്ല. കേസുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് മാത്തൂർ സ്വദേശി കൃഷ്ണന്റെ തീരുമാനം. ജൂൺ 3 രാവിലെ 6 കൃഷ്ണൻ ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എറണാകുളത്ത് നിന്ന് പാലക്കാട്ടേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് എറണാകുളം ഡിപ്പോയിലെ KSRTC ബസ്സിൽ കയറി. പാലക്കാട് ഇറങ്ങിയപ്പോൾ ധരിച്ചിരുന്ന ഷർട്ടിൽ നിറയെ ഗ്രീസ് ആയതിനാൽ വല്ലാത്ത പ്രയാസത്തിലായി. പ്രശ്നം കണ്ടക്ടറോട് പറഞ്ഞപ്പോൾ അദ്ദേഹം കൈമലർത്തിയത്രേ. പാലക്കാട് ബസ് ഇറങ്ങി സ്റ്റേഷൻ അധികൃതർക്ക് പരാതി നൽകിയെന്നും പറയുന്നു. തനിക്കുണ്ടായ ദുരനുഭവവും വിവാഹാവസരത്തിൽ പങ്കെടുക്കാൻ തടസ്സമായതിനും അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെയുമാണ് നിയമ നടപടി സ്വീകരിക്കുന്നതെന്ന് കൃഷ്ണൻ പറഞ്ഞു. 6 മണിക്ക് ബസ്സിൽ സൈഡ് ഞാൻ അങ്കമാലി എത്തുമ്പോൾ സൈഡ് സീറ്റിൽ മാറി തൊട്ട് സീറ്റിരിക്കുന്ന സമയത്ത് തൊട്ടിരിക്കുന്ന പാർട്ടി പറയുന്നത് ഷർട്ട് ചോദിച്ചിട്ടുണ്ട്. KSRTCൻ്റെ സൈഡിൽ നിന്നുള്ള ഇത് കീഴ് ഷർട്ടിലായിരുന്നു. എനിക്ക് ഞാൻ ഫംഗ്ഷന് പോകുന്ന സമയത്താണ് ഇത് വല്ലാത്തൊരു ആൾക്കാർ പലരും ചോദിച്ചു അവിടെ വർഷാപ്പിൽ വരുന്നു ചോദിച്ചിട്ട് പറയുന്നത് ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ കോട്ടായി. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് തല അംഗൻവാടി പ്രവേശനോത്സവം കടമ്പൂർ ഗാന്ധി സദൻ അംഗൻവാടിയിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി. വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി. മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ വിജിത സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജോസ് ബിനു, അംഗൻവാടി ALMSC അംഗങ്ങളായ വിജയകുമാർ, രമ്യ എന്നിവർ സംസാരിച്ചു. അംഗൻവാടി ടീച്ചർ സത്യഭാമ നന്ദി പറഞ്ഞു. കുട്ടികൾ, രക്ഷിതാക്കൾ, ALMSC അംഗങ്ങൾ, സാമൂഹ്യപ്രവർത്തകർ, ആശാപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. കുട്ടികൾക്ക് ഉപഹാരങ്ങൾ നൽകി. കേക്ക് മുറിച്ച് ആഘോഷം പങ്കിട്ടു. ഉച്ചഭക്ഷണവും ഉണ്ടായിരുന്നു. പഞ്ചായത്ത് പരിധിയിലെ 38 അംഗൻവാടിയിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. പറളി കുന്നശ്ശേരി കൊണ്ടുവരമ്പ് 9 നമ്പർ അംഗൻവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ചടങ്ങിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പറളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 4ാം വാർഡ് മെമ്പർ മോഹൻ അധ്യക്ഷത വഹിച്ചു. ഷാഫി അറക്കൽ, ഷംസുദ്ദീൻ, മുഹമ്മദ് മുസ്തഫ, ഹംസ, ഫൈസൽ, ഷംസുദ്ദീൻ, മുഹമ്മദ് റാഫി എന്നിവർ സംസാരിച്ചു. അംഗൻവാടി ടീച്ചർ ശോഭന സ്വാഗതവും ഹെൽപ്പർ ഐസുമ നന്ദിയും പറഞ്ഞു. മെമ്പർ കെയർ പദ്ധതിയുടെ ഭാഗമായി അംഗൻവാടി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം PI ഷാനവാസ്. കട്ടുവട്ടൂർ അംഗൻവാടിയിലെ മുഴുവൻ കുട്ടികൾക്കും ബാഗ്, കുട, സ്ലൈറ്റ് ബോക്സ്, പെൻസിൽ ബാഗ്, വാട്ടർ ബോട്ടിൽ എന്നിവ അടങ്ങിയ കിറ്റാണ് നൽകിയത്. ഗ്രാമപഞ്ചായത്തിലെ കറ്റുവട്ടൂർ അംഗൻവാടിയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് തന്റെ മെമ്പർ കെയർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവത്തിൽ എല്ലാ വർഷവും സൗജന്യ പഠനോപകരണങ്ങളുടെ വിതരണം നടത്താറുണ്ട്. ബാഗ്, കുട, ബോക്സ്, പെൻസിൽ ബാഗ്, വാട്ടർ ബോട്ടിൽ ഉൾപ്പെടെ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടതെല്ലാം പഠന കിറ്റിലുണ്ടായിരുന്നു. പ്രവേശനോത്സവം വാർഡ് മെമ്പർ PI ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി ടീച്ചർ രജനി, ജീവനക്കാരി ഷമീറ, പ്രേമ രാധാകൃഷ്ണൻ, സൂര്യ രാധാകൃഷ്ണൻ, ഫ്രണ്ട്സ് ക്ലബ്ബ് ഭാരവാഹികളായ അൻഫാസ്, ഇജാസ് അഷ്കർ, പ്രമോദ്, ജിജിൻ, അപ്പു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. മങ്കര കുനിയമ്പാടം അംഗൻവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ തുറക്കുമ്പോൾ നമ്മുടെ മക്കളൊക്കെ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരില്ല, അവരൊക്കെ അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മുടെ യാത്രയിൽ അതിന് മുമ്പ് കഴിക്കണം. 30-ാം തീയതിക്ക് വെച്ചതാണ്, സർക്കാർ അത് മാറ്റി 2-ാം തീയതിക്കാക്കി. പക്ഷെ നമ്മൾ 31-ന് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പം എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ സന്തോഷമുണ്ട്. കാരണം സംസ്ഥാന തലത്തിൽ തന്നെ അംഗീകാരം കിട്ടിയ ഒരു അംഗൻവാടി. അംഗൻവാടിയിൽ നിന്നും സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് യാത്രയയപ്പും നൽകി. പുതിയ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും മധുരവും സമ്മാനിച്ചു. വി രാജൻ അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ റസീല, ബേബി വിമല, നാരായണൻ എന്നിവർ സംസാരിച്ചു.
ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ പഞ്ചായത്ത് തല അംഗനവാടി പ്രവേശനോത്സവം കല്ലമ്പറമ്പ് അംഗനവാടിയിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം എം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് അംഗം പി എസ് മുത്തലവി, പഞ്ചായത്ത് അംഗങ്ങളായ പി സി സുമ, എ എ ശിഹാബ്, അംഗനവാടി സൂപ്പർവൈസർ നളിനി, സതീദേവി, റംലത്ത് എന്നിവർ സംസാരിച്ചു. എല്ലാ അംഗനവാടികൾക്കും നമുക്ക് പോഷകാഹാരം, അതുപോലെ തന്നെ അംഗനവാടി വർക്കർമാർക്കുള്ള ശമ്പളം, കുട്ടികൾക്കുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഏറ്റവും കൂടുതൽ തന്നെ ഗ്രാമപഞ്ചായത്ത് കൂടുതൽ ചെലവഴിക്കുന്നത് ഈ അംഗനവാടി മേഖലകൾക്കാണ്. നമുക്ക് അംഗനവാടി എന്ന് പറയുന്നത് ചെറുതായി വരുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് എല്ലാ തരത്തിലും പോഷകാഹാരങ്ങൾ നൽകുകയും അതുപോലെ തന്നെ അംഗനവാടി നൽകുന്നാൽ മാത്രമാണ് നമുക്ക് ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങളും, മഴക്കാലമാകുമ്പോഴാണെങ്കിലും മറ്റേതൊരു കാര്യങ്ങൾക്കാണെങ്കിലും നമ്മളൊരു പ്രതിരോധ ക്ലാസ്സുകളും അതുപോലെ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നത് അംഗൻവാടികളിലൂടെയാണ്. അപ്പോൾ ആ പ്രവർത്തനം എല്ലാം നടക്കണമെങ്കിൽ നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളുള്ള നല്ല രീതിയിലുള്ള അംഗൻവാടികളെല്ലാം ഉണ്ടായാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. വാണിയംകുളം പനയൂർ വായനശാല 42 നമ്പർ അംഗനവാടിയിൽ പ്രവേശനോത്സവവും അംഗനവാടിയിൽ നിന്ന് പോകുന്ന കുട്ടികൾക്ക് യാത്രയയപ്പും നൽകി. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് അംഗം ഇ പി രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ അംഗനവാടി മോണിറ്ററിംഗ് കമ്മിറ്റിയൊക്കെ തീരുമാനിച്ചത് നമ്മുടെ നാട്ടിലെ എല്ലാ എല്ലാവരും ചേർത്തുകൊണ്ട് നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരെയും അതുപോലെ തന്നെ ആശാവർക്കർമാരെയും എല്ലാവരെയൊക്കെ ചേർത്തുകൊണ്ട് അംഗനവാടി പ്രവർത്തനം സർക്കാരിൻ്റെ പ്രവർത്തനമായിട്ട് നമ്മുടെ അംഗനവാടിയുടെ നടത്തുന്ന ഒരു പ്രവർത്തനമല്ലാതെ ഒരു നാടിൻ്റെ ഏറ്റവും മികച്ച രീതിയിലുള്ള നാടിൻ്റെ സേവനങ്ങൾ നൽകുന്ന ഒരു കേന്ദ്രമായി അംഗനവാടി പ്രവർത്തനങ്ങൾ മാറേണ്ടതുണ്ട്. ADS ചെയർപേഴ്സൺ വിജയലക്ഷ്മി, കെ വി ശാന്തകുമാരി, സീനത്ത്, പത്മനാഭൻ, അംഗനവാടി വർക്കർമാരായ കെ സാവിത്രി, ബേബി, അജിത എന്നിവർ സംസാരിച്ചു. SSLC, +2 പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും LSS പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഇന്ന് അന്താരാഷ്ട്ര സൈക്കിൾ ദിനം. 27 കൊല്ലമായി തൻ്റെ ഉപജീവന മാർഗത്തിനായി സൈക്കിളിൽ തന്നെയുള്ള യാത്ര തുടങ്ങിയിട്ട് 77കാരനായ വാണിയംകുളം പനയൂർ ഇരട്ടമ്പലം സ്വദേശിയായ വേലായുധൻ്റെ കഥയിലേക്ക്. വാണിയംകുളത്തിനടുത്ത് പനയൂർ ഇരട്ടമ്പലം വീട്ടിൽ വേലായുധനാണ് ഈ കഥയിലെ താരം. വയസ്സ് 1ഉം 2ഉമല്ല, വേലായുധന് 77 പിന്നിട്ടു. പ്രായത്തിൻ്റെ അവശതകൾ ഏറെയുണ്ടെങ്കിലും നിത്യവരുമാനത്തിനായി ആരുടെ മുന്നിലും വേലായുധൻ കൈനീട്ടാറില്ല. തൻ്റെ കയ്യിലുള്ള ഈ പഴയ സൈക്കിൾ കൊണ്ട് വേലായുധൻ താണ്ടിയത് അനേകായിരം കിലോമീറ്ററുകളാണ്. ചുമന്നത് അനേകം ജീവിതഭാരങ്ങളും. രാവിലെ 10 മണിക്ക് വീട് വിട്ടിറങ്ങും. പിന്നെ ഇരുട്ടുന്നതുവരെയും തൊഴിലെടുക്കും. വീടുകളിലും സ്ഥാപനങ്ങളിലും കയറിയിറങ്ങി പഴയ പാത്രങ്ങളും കാർഡ്ബോർഡുകളും ആക്രി സാധനങ്ങളും ശേഖരിക്കും. ഇതെല്ലാം ഒരിടത്ത് കൊണ്ടുവന്ന് കൂട്ടും. പിന്നീട് ഒരുമിച്ച് എടുത്തു വിൽക്കും. കാലം കുറേയായി ഇതുതന്നെയാണ് വേലായുധൻ്റെ ജോലി. തൻ്റെ ജോലിഭാരം കുറയ്ക്കുന്നത് ഈ കാണുന്ന സൈക്കിളാണ്. 20 വർഷം മുമ്പ് 1000 രൂപയ്ക്കാണ് വേലായുധൻ ഈ സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ വാങ്ങിക്കുന്നത്. 1998 റേഷൻ കടകളിലെ അരിച്ചാക്കുകൾ ശേഖരിച്ച് വിൽക്കുന്ന ജോലിയിൽ തുടങ്ങിയതാണ്. 27 വർഷങ്ങൾക്കിപ്പുറം 77ാം വയസ്സിലും സൈക്കിൾ ചവിട്ടി ഉപജീവനം കാണുകയാണ് വേലായുധൻ. പകലന്തിയോളം പണിയെടുത്ത് ജീവിതം നയിക്കുന്ന തൊഴിലാളികൾക്ക് ഒരു പ്രചോദനം കൂടിയാണ് വേലായുധൻ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാറ്റൊലി. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ പാർട്ടി അപ്രസക്തമാണെന്ന് LDF, UDF പാർട്ടികൾ അവകാശപ്പെടുന്നു. എന്നാൽ PV അൻവർ UDF വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കുമെന്നാണ് LDF നേതാക്കളുടെ അവകാശവാദം. താങ്കൾ എങ്ങനെ കരുതുന്നു? മാറ്റൊലിയിലേക്ക്. വരാൻ പോകുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ കഴിഞ്ഞ 6-8 മാസക്കാലമായിട്ട് അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും മുഖ്യമന്ത്രിയെയും ടാർഗറ്റ് ചെയ്ത് വലിയ രൂപത്തിലുള്ള ആരോപണ ശരങ്ങളാണ് ഉയർത്തിയത്. പക്ഷേ എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം ഉയർത്തിയത് എന്ന് കേരളീയ സമൂഹം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അൻവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും അന്വേഷണം നടത്തി യാതൊരു ചുക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, നാട്ടിൽ നടക്കുന്ന സദ്ഭരണത്തെ എങ്ങനെ ഇല്ലാതാക്കാം എന്നാണ് അൻവർ കരുതിയത്. അതിനുവേണ്ടിയാണ് അദ്ദേഹം രാജിവെച്ചത്. ആ രാജിനാടകം ഇപ്പോൾ കിടന്ന് വിലപേശൽ തന്ത്രമായിട്ട് നടക്കുകയാണ്. ഒരു കാരണവശാലും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നിലമ്പൂർ മണ്ഡലത്തിൽ
വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാവുന്നൊരു അന്തരീക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജനകീയനായിട്ടുള്ള യാതൊരു കറപ്ഷനും പറയാത്ത എം സ്വരാജ് നിലമ്പൂർ മണ്ഡലത്തിൽ പ്രവേശിച്ചതോടെ ഈ ഇലക്ഷന് വലിയ പ്രാധാന്യം കൈവന്നിരിക്കുകയാണ്. അൻവർ എന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരു ഇഫക്റ്റേ അല്ല എന്നാണ് പറയാനുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുശ്മശാന ജാതി മതിലിനെ ചൊല്ലി പാലക്കാട് നഗരസഭയിൽ പ്രതിഷേധം. പ്രതിപക്ഷ വാർഡുകളിലെ വികസന വിരുദ്ധത പ്രതിപക്ഷാംഗങ്ങളെ വികസന വിരോധികളാക്കാനുള്ള നഗരസഭയുടെ കുൽസിത ശ്രമമെന്ന് UDF. നഗരസഭ മരണത്തിലും ശവദാഹത്തിലും ജാതിവെറിയാണ് നടത്തുന്നതെന്ന് CPIM. പാലക്കാട്ട് വീണ്ടും സ്പിരിറ്റ് വേട്ട. മിനി ലോറിയിൽ രഹസ്യ അറയിൽ കടത്താൻ ശ്രമിച്ച 1155 ലിറ്റർ സ്പിരിറ്റ് പോലീസ് പിടിച്ചെടുത്തു. റെയ്ഡ് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് തൃശൂർ അന്തിക്കാട് മങ്ങാട്ടുകര സ്വദേശി ഷൈജു പോലീസ് കസ്റ്റഡിയിൽ. ഷൊർണൂർ നഗരസഭ ടൗൺ ഹാൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കരാറുകാരൻ നഗരസഭയ്ക്ക് എതിരായി കൊടുത്ത കേസ് കോടതി തള്ളി. കേസിന് അടിസ്ഥാനമായത് നഗരസഭയിൽ നിന്നും മുഴുവൻ തുകയും ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ കെട്ടിടം പണി പൂർത്തീകരിക്കാത്തത് കരാറുകാരന്റെ കുറ്റമാണെന്ന നഗരസഭയുടെ വാദം കോടതി അംഗീകരിച്ചു. 16 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കോട്ടായി സബ് രജിസ്ട്രാർ ഓഫീസ് സ്വന്തം കെട്ടിടത്തിലേക്ക്. കെട്ടിടം നിർമ്മിച്ചത് സർക്കാരിന്റെ 1,90,00,000 രൂപ ചെലവിൽ. കെട്ടിടം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. KSRTC യാത്രക്കാരന്റെ ഷർട്ടിൽ ഗ്രീസ് പുരണ്ടു. വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാനാകാതെ യാത്രക്കാരൻ. KSRTCക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് മാത്തൂർ സ്വദേശി. അംഗൻവാടി പ്രവേശനോത്സവം വർണ്ണാഭം. സമ്മാനങ്ങളുമായി നാട്ടുകാരും സംഘടനകളും വ്യക്തികളും. കൗതുകത്തോടെ കുരുന്നുകളും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.